തമിഴ്നാട്ടിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വൻ അട്ടിമറി. ബൂത്ത് ലെവൽ ഓഫീസർമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് DMK അട്ടിമറി നടത്തുന്നത്. DMKയുടെ പ്രവർത്തകർ SIR ഫോമുകൾ പിടിച്ചെടുത്ത് പൂരിപ്പിച്ച് നൽകുന്നതായി പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്. SIRനെതിരെ കുപ്രചരണം നടത്തി പരിഷ്കരണം അട്ടിമറിക്കാൻ DMK ശ്രമിക്കുകയാണെന്ന് BJP നേതാവ് തമിഴിസൈ സൗന്ദരരാജ് വ്യക്തമാക്കി. Continuously DMK is propagating against SIR. They are mispropagating and they are creating a misbelief among the people. So let them not discourage this democratic process. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, DMKയുടെ പ്രവർത്തകർ എന്തിനാണ് ഈ SIR ഫോമുകൾ പിടിച്ചെടുത്ത് പൂരിപ്പിച്ച് നൽകേണ്ട ആവശ്യമില്ലല്ലോ? കാരണം വോട്ടർമാർക്ക് അവർക്ക് കൃത്യമായി അറിയാം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ അവിടെ ഒരു ഗുണ്ടായിസം നടക്കുകയാണ്, വലിയ അട്ടിമറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ദേവിക, ചെന്നൈയിലെ ടി നഗർ എന്നുള്ള സ്ഥലം ഉദാഹരണമാക്കിക്കൊണ്ടാണ് BJP പ്രധാനമായും ഈ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് ടി നഗറിൽ ഏതാണ്ട് 40% ഫോമുകൾ പോലും വിതരണം ചെയ്തിട്ടില്ല. എന്നാൽ ഈ ആപ്പുകൾ വഴി പരിശോധിച്ചാൽ 100% ഫോമുകളും വിതരണം ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. വളരെ ബലമായി അല്ലെങ്കിൽ സംഘടിതമായി തന്നെ ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരും അതേപോലെ തന്നെ DMKയുടെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഈ ഫോമുകളെല്ലാം തന്നെ കൈവശപ്പെടുത്തി അവ പൂരിപ്പിച്ച് നൽകുന്നു എന്നുള്ളതാണ് BJP പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം. അത് ടി നഗറിൽ മാത്രമല്ല, ചെന്നൈയുടെയും അതേപോലെ തന്നെ തമിഴ്നാടിൻ്റെ തന്നെ പല ഭാഗങ്ങളിലായി ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ BLO എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്. അത്തരം ഉദ്യോഗസ്ഥരെ ഈ DMK അല്ലെങ്കിൽ DMK സർക്കാർ തന്നെ സ്വാധീനിച്ച് യഥാർത്ഥ വോട്ടർമാരുടെ പേരുവിവരങ്ങൾ ഈ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമാണ് ഇത്തരത്തിൽ സംഘടിതമായി ഈ ഫോമുകളും മറ്റും DMK പ്രവർത്തകർ തന്നെ പൂരിപ്പിച്ച് നൽകുന്നത് എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് BJP ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ സമീപിച്ചിരിക്കുകയാണ്. DMKയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്, ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരാതിയിലും മറ്റും BJP ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നിരവധി ഉദാഹരണങ്ങളും തെളിവുകളും BJP മുന്നോട്ട് വെക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ടി നഗറിലുണ്ടായ സംഭവം. ടി നഗറിൽ 40% ഫോമുകൾ മാത്രം വിതരണം ചെയ്തപ്പോൾ ആപ്പ് പരിശോധിക്കുമ്പോൾ അത് 100% എന്ന് കാണുന്നു. ഇത് മറ്റിടങ്ങളിലും സമാനമായ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഏകപക്ഷീയമായ പ്രവർത്തനം BLOമാരുടെ ഭാഗത്തുനിന്നും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരെ വോട്ടർ പട്ടികയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാനുള്ള DMKയുടെയും DMK സർക്കാരിൻ്റെയും നീക്കങ്ങളുടെ ഭാഗമാണ് ഈ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ BLOമാരെയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും BJP മുന്നോട്ട് വെക്കുന്നത്. ദേവിക.